വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ആതിര. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. ഇനി ഞാനൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോവാണ്. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രേണു സുധിയുടെ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് വണ്ണം ഉള്ളത് കൊണ്ട് എങ്ങനെയാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഇന്നലെ എനിക്ക് അവർ ചെയ്ത ഒരു റാംപാക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ എനിക്ക് അതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗെയ്സ്, ഫസ്റ്റ് തന്നെ ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖം കഴുകി ഞാൻ പൗഡറും ഇട്ടിട്ടുണ്ട് ഗെയ്സ്. എങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ലിപ്സ്റ്റിക്ക് ഇട്ട് ഞാൻ പൗഡർ ഒന്ന് മായ്ച്ച് കളഞ്ഞിട്ട് നമുക്ക് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എടുത്തിരിക്കുന്നത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കഴുത്തിലോട്ടൊന്നും മേക്കപ്പ് ചെയ്യുന്നില്ല കേട്ടോ. വലിയ രീതിയിൽ കഴുത്തിലേക്ക് ഞാൻ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. ഇവിടെയൊക്കെ അധികം വരുന്നെടുത്ത് കഴുത്തിലോട്ടൊക്കെ തേക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കെട്ടി വെക്കട്ടെ. വണ്ണമുള്ള രേണു സുധി എന്തോ ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല. രേണു സുധിയുടെ ആരാധകർ എന്നോടൊന്ന് ക്ഷമിക്കണം. ഇൻസ്പയർഡ് ആയിട്ടൊന്ന് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രൈമറാണ് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ്. പ്രൈമർ അപ്ലൈ ചെയ്യുമ്പം മേക്കപ്പ് ഇടാനുള്ളൊരു ബേസ് കിട്ടും. അതായത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് മേക്കപ്പ് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനാണ് നമ്മൾ ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത്. അതുപോലെ നല്ല ഓപ്പൺ പോർട്സ് ഒക്കെ ഒന്ന് അടഞ്ഞിട്ട് അതിനകത്തേക്കൊന്നും മേക്കപ്പ് പോകത്തില്ല. അപ്പോൾ എത്രമാത്രം നമ്മൾ എല്ലാ സംഭവങ്ങളും അപ്ലൈ ചെയ്യുന്നു അത്രയും നമുക്ക് നല്ല ബ്ലെൻഡ് ചെയ്ത് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും, നല്ല സോഫ്റ്റായിട്ട്. ഞാൻ പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടി എടുക്കുവാണ് ഹാപ്പിക്കുട്ട ഉറങ്ങുന്ന സമയത്ത് കേട്ടോ. ഉണർന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അടുത്ത നമുക്ക് കളർ കറക്റ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിന് ചുറ്റുമൊക്കെ കറുപ്പുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റാം. ഞാൻ പെപ്രാളം പിടിച്ചിട്ട് കൂടുതലൊക്കെ ആയി പോകുന്നുണ്ട്. പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. കൺസീലർ, ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്. ഷെയ്ഡ് വരുന്നത് 01 വാം സാൻഡ് ആണ്. ഇത് ഡാർക്ക് ടു ഡസ്കി സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു കൺസീലറാണ്. കൺസീലർ നമ്മൾ കൈവച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ നമ്മുടെ ഒരു മോതിര വിരൽ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു വിരൽ കൊണ്ട് പതുക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ഹാർഡായിട്ട് നമ്മളിങ്ങനെ ഉരച്ച് ബ്ലെൻഡ് ചെയ്യിപ്പിക്കരുത് കേട്ടോ. നെക്സ്റ്റ് ഫൗണ്ടേഷനാണ്. ബ്ലൂ ഹെവൻ്റെ ഒരു ഫൗണ്ടേഷന്, പിന്നെ മെബിലൈൻ ഫിറ്റ്മിയുടെ ഒരു ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ എനിക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടത്തുള്ളൂ കേട്ടോ. മിക്സ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ആകുമ്പോൾ എൻ്റെ കറക്റ്റ് ഒരു ഷെയ്ഡ് കിട്ടും. ഫൗണ്ടേഷൻ എടുക്കുക, ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. വൺ സൈഡാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം മേക്കപ്പ് സ്പഞ്ച് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഫൗണ്ടേഷൻ ബ്രഷ് ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഒരു സൈഡിലെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലേ. ഫേസിലേക്കുള്ള ഫൗണ്ടേഷൻ മാത്രമേ ഞാനിപ്പോൾ എടുത്തുള്ളൂ. കഴുത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേക്കപ്പ് അധികം ചെയ്യുന്നില്ല. എങ്കിലും നമ്മൾ ആ ഒരു സ്പഞ്ചിൽ കാണുമല്ലോ ബാലൻസ് വരുന്നത്, അത് നമ്മൾ കഴുത്തിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുവിധം മേക്കപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലൂ ഹെവൻ്റെ തന്നെ ഒരു കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് വരുന്നത് നാച്ചുറൽ ഹണി
301 എന്നാണ്. ഫേസ് ഓവറായോ എന്നൊരു സംശയം, എങ്കിലും കുഴപ്പമില്ല. ഇനി ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഐടെക്സിൻ്റെ ഒരു മഷിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കൺമഷി നല്ല ഒരു കൺമഷിയാണ്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു കൺമഷി വെച്ച് കണ്ണെഴുതുമ്പോൾ എനിക്ക് കണ്ണെഴുതിഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ മോന് വേണ്ടി വാങ്ങിയതാണ്. ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അപ്പം കണ്ണെഴുതിയിട്ടില്ല കേട്ടോ. ബ്ലൂ ഹെവൻ്റെ ഷിമർ മാറ്റ് ബ്ലഷ് യൂസ് ചെയ്തിട്ട് ഐ ഷാഡോയും അതുപോലെ തന്നെ ബ്ലഷുമായിട്ട് ഇട്ട് കൊടുക്കാം. ഐലൈനർ വരച്ചു കൊടുക്കാതെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ക്യാമറയെ നോക്കിയാണ് കേട്ടോ വരയ്ക്കുന്നത്. കണ്ണാടി എടുക്കാം, അല്ലെങ്കിൽ പണി വാങ്ങും. ഇനി നമുക്ക് ബ്ലൂ ഹെവൻ്റെ മസ്കാര വെച്ചിട്ടൊന്ന് ഐലാഷസ് ക്ലിയർ ആക്കാൻ പോവാണ്. കുറച്ച് ബ്ലഷ് വെച്ച് കൊടുക്കാം. NYBയുടെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാതെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇത്രയും കൂടെ കളറിലാക്കി കൊടുക്കാം. ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ലിപ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഞാൻ ലിപ് ലൈൻ വരയ്ക്കുന്നത് ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷമാണ്. ഇനി കോസ്റ്റ്യൂംസിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. എനിക്ക് രേണുസുതി ഇട്ടതുപോലത്തെ ഡ്രസ്സ് എൻ്റെ കയ്യിലില്ല. അപ്പം ചെറിയൊരു മാറ്റത്തോടെയാണ് ആ ഒരു ഡ്രസ്സ് തുന്നിയെടുത്തത്. അപ്പം നമുക്ക് ആ ഒരു വേഷം ഇട്ടിട്ട് വരാം. ഗെയ്സ്, ഞാനൊരു കോസ്റ്റ്യൂമും ഇട്ട് വന്നിട്ടുണ്ട്. ഇത് രേണുസുതി ഇട്ട അതേപോലത്തെ ബ്ലൗസ് അല്ലെങ്കിലും ചെറിയൊരു ഡിസൈനൊക്കെ അതേപോലെയൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. എങ്ങനെയാകും എന്നൊന്നും എനിക്കറിയത്തില്ല. കമ്മലിട്ട് കൊടുക്കാം. ഈ ഒരു പിക്ചറിൽ രേണുസുതി ഇട്ടിരുന്നൊരു ചോക്കറാണ്, പക്ഷെ അതിൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ കാശ്മാല ഇട്ടിട്ടുണ്ടായിരുന്നു അവർ. രേണുസുതി ഒരു കാശ്മാല ഇട്ടിട്ടുണ്ടായിരുന്നു, അതും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു മാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ഒന്ന് ചെയ്ത് കൊടുക്കാം. സെൻട്രൽ പാർട്ടീഷനാണ് അവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ സെൻറ്ററായിട്ടുണ്ടോ. എടുത്തു. ഇനി ഒരു നെറ്റിച്ചുട്ടി വെച്ച് കൊടുക്കണം. അപ്പം ഇങ്ങനെയാണ് രേണുസുതി ഒരുങ്ങിയത്. ഒരു കാര്യമില്ല, വളയിട്ട് കൊടുത്തില്ല. റെഡ് കളറിലെ വളയാണ് അവർ അണിഞ്ഞിരുന്നത്. അത് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുവാണേ.
അപ്പോൾ രേണുസുതിയുടെ ഫൈനൽ ലുക്കിൽ നിൽക്കുന്നത് കാണണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് കാണാം. എനിക്ക് വണ്ണം ഉള്ളത് കൊണ്ട് എങ്ങനെയാകും എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്തു. ഓക്കെ, എന്തോ കാണിച്ചിട്ടുണ്ട്, എനിക്കത് കാണിക്കാൻ അറിയത്തില്ല കേട്ടോ ഗെയ്സ്. അപ്പോൾ ഞാനിവിടെ രേണുസുതിയെ പോലെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തതാണ്, ഒന്ന് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ബൈ.